Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, Miss. കഴിഞ്ഞ എടുത്ത് നോക്കിയോ എല്ലാവരും? ഓക്കെ. നമ്മൾ TBPS ആണ് അല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് അല്ലെ മിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ പാരഗ്രാഫ് പറഞ്ഞു അല്ലെ മിസ്? ഫസ്റ്റ് പാരഗ്രാഫ് ഫിനിഷ് ആയി അല്ലേ? ബാക്കി എടുക്കാം. നമ്മ പറഞ്ഞു നമുക്ക് ഇൻഫെക്ഷൻസ് എന്താണ് പല രീതിയിൽ സ്പ്രെഡ് ചെയ്യാം അല്ലെ? എയർബോൺ ട്രാൻസ്മിഷൻ നടക്കാം, കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്മിഷൻ നടക്കാം, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ നടക്കാം അല്ലെ? പല രീതിയിൽ ട്രാൻസ്മിഷൻ നടക്കാം അല്ലെ? അപ്പൊ ആ ഒരു ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ എടുക്കുന്ന ആ ഒരു പ്രിക്കോഷൻസിനെയാണ് അല്ലെ ഇൻഫെക്ഷൻ ബാരിയേഴ്സ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ TBPS അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു TBPS അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം മിസ് എടുത്തപ്പോഴാ മിസ് പറഞ്ഞല്ലേ നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ റൂം എന്നൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? സിംഗിൾ ഐസൊലേഷൻ റൂം അല്ലെ? സിംഗിൾ പേഷ്യന്റ് ഐസൊലേഷൻ റൂം, നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ റൂം അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞപ്പോ മിസ് പറഞ്ഞു എന്തൊക്കെയാണ്? ആ റൂമിൽ നിന്ന് എയർ എന്താണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നില്ല അല്ലെ? ഓർമ്മയുണ്ടോ? ആ ഒരു റൂമിലെ വായുവിന്റെ അപ്പൊ എന്താണ് അത് ഏത് തരത്തിലുള്ള ട്രാൻസ്മിഷൻ ആയിരിക്കും നമ്മൾ അത് ഉപയോഗിക്കുന്നത്? ആ ഒരു നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ റൂം എയർ പുറത്തേക്ക് പോകാതിരിക്കുക എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എയർബോൺ അല്ലെ? എയർ എന്താണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് ഈ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രിക്കോഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? TBPS എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിക്കോഷൻസ് നമുക്ക് മതിയാകാതെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിന് തടയുന്നതിനുള്ള മാർഗങ്ങളെയാണ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തിട്ടുണ്ടായിരുന്നു. Okay, the types TBPS applied are based upon the mode of transmission of the pathogens. അല്ലെ? ആ രോഗകാരി അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻസ് എങ്ങനെയാണോ ട്രാൻസ്മിഷൻ നടത്തുന്നത് ആ ഒരു രീതിയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഏത് ടൈപ്പിലുള്ള അല്ലെ ഏത് തരത്തിലുള്ള ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. For disease that have multiple routes of transmission, more than one TBPS category is applied. ചില ഇൻഫെക്ഷൻസ് എന്താണ് നമുക്ക് ഒരു രീതിയിൽ തന്നെയല്ല അല്ലെ പല രീതിയിൽ സ്പ്രെഡ് ചെയ്യാം അല്ലെ? കോണ്ടാക്റ്റിലൂടെ മാത്രമല്ല, ചിലപ്പോ എയർബോണിലൂടെ ട്രാൻസ്മിഷൻ നടത്താം, അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസിലൂടെ അല്ലെ ഡ്രോപ്ലെറ്റിലൂടെ നമുക്ക് പടരാം. അപ്പൊ ഒന്നിൽ കൂടുതൽ രീതികളില് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വഴികളില് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മോർ ദാൻ വൺ TBPS കാറ്റഗറി അപ്ലൈഡ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിൽ കൂടുതൽ ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവരും ക്ലാസ്സിൽ കയറിയോ? ഓക്കെ. അപ്പൊ എന്താണ് TBPS ഏത് തരത്തിലുള്ളതാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ എന്താണ് ഒന്നുകൂടെ പറയണം. ഓക്കെ, ഫസ്റ്റത്തെ സെന്റൻസ് പറയുന്നത് ആ ഒരു പാത്തജൻസ് എങ്ങനെയാണ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത് അല്ലെ? ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്?
ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് അപ്ലൈ ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അതൊക്കെയാണോ നമ്മുടെ 7th മൊഡ്യൂളിലെ ഇൻഫെക്ഷൻ കൺട്രോൾ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ മിസ് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ചിലപ്പോ നമുക്ക് എന്താണ് എയർബോണിലൂടെ മാത്രമല്ല കോണ്ടാക്റ്റിലൂടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം അല്ലെ, 2 or 3 രീതിയിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിൽ കൂടുതൽ മോർ ദാൻ 1 TBPS കാറ്റഗറി ഈസ് അപ്ലൈഡ് അല്ലെ, ഒന്നിൽ കൂടുതൽ ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? ഇപ്പൊ നമ്മ എന്താണ് കൊറോണ വന്ന സമയത്ത് അവരെന്ത് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിച്ചു അല്ലെ, അതൊരു പ്രിക്കോഷൻസ് ആണ് അല്ലെ. സിംഗിൾ ഐസൊലേറ്റഡ് റൂമിൽ താമസിപ്പിച്ചു, അതൊരു TBPS ആണ്. നമ്മ എന്ത് ധരിച്ചു, PPE കിറ്റുകൾ ധരിച്ചിട്ടാണോ അവരുടെ സ്റ്റാഫുകൾ കയറിയത്? PPE കിറ്റുകൾ ധരിച്ചു, ഗ്ലൗസുകൾ ധരിച്ചു, മാസ്കുകൾ ധരിച്ചു അല്ലെ. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അവർ ഉപയോഗിക്കുന്ന ആ ഒരു റൂമിലുള്ള സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് അവർ വീണ്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മ ഒന്നിൽ കൂടുതൽ പ്രിക്കോഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ TBPS ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ ലിറ്റി? ക്ലിയർ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് ദ എൻഷുറിംഗ് ആർ ദ റൂട്ട്സ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലെ. നമ്മ ഈ ഒരു TBPS ഉറപ്പുവരുത്തുന്നത്, ഏത് TBPS ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ ഒരു ഇൻഫെക്ഷന്റെ ട്രാൻസ്മിഷന്റെ അല്ലെ പകരുന്ന ആ ഒരു രീതിയെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ ആണോ? കോണ്ടാക്റ്റിലൂടെയാണോ പകരുന്നത്, അല്ലെങ്കിൽ എയർബോണിലൂടെയാണോ ട്രാൻസ്മിഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റിലൂടെയാണോ നമുക്ക് ട്രാൻസ്മിഷൻ നടത്തുന്നത്, ആ ഒരു രീതിയെ അടിസ്ഥാനമാക്കിയാണ് ഏത് തരത്തിലുള്ള TBPS ആണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. പേജ് നമ്പർ പറയണം. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. മിസ്സിന്റെ പേജ് നമ്പർ ഇല്ല. 10. ഓക്കെ, ഓക്കെ ആണോ മിസ് ലാസ്റ്റ് പറഞ്ഞത്? The ensuring are the routes of transmission അല്ലെ. ആ ഒരു TBPS ഏത് തരത്തിലുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ ഒരു ഇൻഫെക്ഷൻസിനെ ട്രാൻസ്മിഷൻ ചെയ്യുന്ന ആ റൂട്ടിനെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ അല്ലെ. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. എന്താണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു രോഗിയുമായിട്ട് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ നമുക്ക് പകരാം, അല്ലെങ്കിൽ ആ ഒരു രോഗി ഉപയോഗിച്ച ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ അവർ തൊട്ട പ്രതലത്തിൽ തൊടാ അല്ലെ. അപ്പൊ അങ്ങനെ പല ഇൻഡയറക്റ്റ് രീതിയിലൂടെ നമുക്ക് ട്രാൻസ്മിഷൻ നടത്താം. ഫസ്റ്റ് ആ ഒരു കോണ്ടാക്ട് ട്രാൻസ്മിഷന്റെ ഇൻഫെക്ഷൻസിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഫസ്റ്റ് പറയുന്നത് വൈറൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. കേട്ടിട്ടുണ്ടോ? വൈറൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് വെച്ചാല് പലതരം വൈറസുകൾക്ക് കാരണമാകുന്ന എന്താണ് ലൂസ് മോഷനും ഛർദിയും പ്രധാന ലക്ഷണമായി വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് വൈറൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. ആ ഒരു പേര് തരുന്നുണ്ട് അല്ലെ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് അല്ലെ. എന്താണ്, പല വൈറസുകൾക്കും കാരണമാകുന്ന നമ്മുടെ ലൂസ് മോഷനോടുകൂടിയും ഛർദിയോടും കൂടിയിട്ടുള്ള പ്രധാന ലക്ഷണങ്ങളോട് കൂടി വരുന്ന ഇൻഫെക്ഷൻസിനെയാണ് വൈറൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് കോണ്ടാക്ട് ട്രാൻസ്മിഷനിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. നെക്സ്റ്റ് പറയുന്നത് ക്ലോസ്ട്രിഡിയം ഡിഫിസൽ. ക്ലോസ്ട്രിഡിയം ഡിഫിസൽസ് എന്ന് പറഞ്ഞാല് കഠിനമായിട്ടുള്ള ലൂസ് മോഷനോ അല്ലെങ്കിൽ മറ്റു കുടൽ പ്രശ്നത്തിനോ കാരണമാകുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെയാണ് ക്ലോസ്ട്രിഡിയം ഡിഫിസൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻഫെക്ഷൻസ് വരുന്നത് അടുത്ത കാലത്ത് ഇപ്പൊ അടുത്ത സമീപകാലങ്ങളിലായിട്ട് ആന്റിബയോട്ടിക്സുകൾ അങ്ങനെയുള്ള ചികിത്സകൾക്ക് വിധേയമായിട്ടുള്ള പേഷ്യൻസിലാണ് അവർക്ക് എന്ത് ചെയ്യും, ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അല്ലെ, ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്തവർക്ക്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിലാണ് ക്ലോസ്ട്രിഡിയം ഡിഫിസൽ ഇതൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ?
അപ്പൊ ഫസ്റ്റത്തെ വൈറൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസിൽ എന്താണ് പലതരം ബാക്ടീരിയകളുടെ വൈറസുകൾ കാരണമുണ്ടാകുന്ന ലൂസ് മോഷനും ഛർദിയോടുകൂടിയ പ്രധാന ലക്ഷണങ്ങളായി വരുന്ന ഒരു ഇൻഫെക്ഷൻസ്. ക്ലോസ്ട്രിഡിയം ഡിഫിസൽ എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള ലൂസ് മോഷനും മറ്റു കുടൽ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് ക്ലോസ്ട്രിഡിയം ഡിഫിസൽ. നെക്സ്റ്റ് പറയുന്നത് MRSA. MRSA എന്ന് പറയുന്നത് മെത്തിസിലിൻ റെസിസ്റ്റന്റ്. എഴുതിയെടുക്കുന്നുണ്ടോ? ചിലപ്പോ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. മെത്തിസിലിൻ resistant staphylococcus. Methicillin resistant Staphylococcus. Methicillin. Okay. ഓക്കെ, കിട്ടിയ എല്ലാവർക്കും? അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സുകളില്ലേ, ആ ബയോട്ടിക്സുകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ആ ഒരു ആന്റിബയോട്ടിക്സുകൾ നമ്മുടെ ശരീരത്തില് എഫക്ട് ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു തരം ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അസുഖമാണ് MRSA. ഇത് നേരിയ ചർമ്മ അണുബാധ മുതൽ നമുക്ക് എന്താണ് ന്യൂമോണിയ അല്ലെങ്കിൽ നമ്മുടെ രക്തപ്രവാഹത്തിലേക്ക് അണുബാധ പോലെയുള്ള ഗുരുതര രോഗങ്ങൾക്ക് വരെ ഈ ഒരു ബാക്ടീരിയ കാരണമാകുന്നു. ഒന്നുകൂടെ മിസ് പറയാം, എന്താണ് നമ്മൾ നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സുകൾ നമ്മുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഈ ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തില് നേരിയ ചർമ്മ അണുബാധ മുതൽ നമ്മുടെ എന്താണ് ന്യൂമോണിയ അല്ലെങ്കിൽ നമ്മുടെ രക്തപ്രവാഹത്തിലേക്ക് അണുബാധ പോലെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ഒരു ബാക്ടീരിയ കാരണമാകുന്നു. ഓക്കെയാണോ? ആ ഒരു രോഗത്തെ, ആ ഒരു ഇൻഫെക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? MRSA എന്ന് പറയുന്നത്. മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റാഫൈലോകോക്കസ്. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, സ്റ്റാഫൈലോകോക്കസ് ഓറിയസ് ഒന്നും കൂടി ഉണ്ട്. അത് വിട്ടുപോയെ. എ ഉണ്ട്, എ ഇല്ലേ? അപ്പൊ AUREUS കേട്ടോ. ഓറിയസ് ഒന്നും കൂടി ഉണ്ട് കേട്ടോ. MRSA മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റാഫൈലോകോക്കസ് ഓറിയസ് ഒന്നും കൂടി ഉണ്ട്. AUREUS. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് സ്കാബിസ്. സ്കാബിസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സ്കാബിസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്താണ് നമ്മ മലയാളത്തിൽ അതിനൊരു പേര് പറയാറുണ്ട്. വട്ടച്ചൊറി. ചൊറി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സ്കിന്നിൽ വരുന്ന സ്കിന്നിൽ എഫക്ട് ചെയ്യുന്നത് വട്ടച്ചൊറി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതാണ് സ്കാബിസ് അല്ലെ. അതെന്താണ്? നമുക്ക് കോണ്ടാക്ട് ട്രാൻസ്മിഷനിലൂടെ പടരുന്നതാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള അപ്പൊ ഇത് എക്സാമിന് ചോദിക്കൂട്ടാ. കോണ്ടാക്ട് ട്രാൻസ്മിഷന്റെ ആ ഒരു എന്താണ് ഇൽനെസിന് എക്സാമ്പിൾ ഒക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പറയുന്നത് എയർ ബോൺ ട്രാൻസ്മിഷൻ അല്ലെ. നമുക്ക് എന്താണ് വായുവിലൂടെ ട്രാൻസ്മിഷൻ നടത്തുന്ന അല്ലെ പകരുന്ന രോഗങ്ങള്.
ഇൻഫെക്ഷൻസ്. ഫസ്റ്റ് പറയുന്നത് ഏതാണ്? പൾമനറി ട്യൂബർകുലോസിസ് അല്ലെ, TB അല്ലെ. എന്താണ്? ശ്വാസകോശ ക്ഷയരോഗം. നെക്സ്റ്റ് പറയുന്നത് ചിക്കൻ ബോക്സ് അല്ലെ, കേട്ടിട്ടുണ്ടല്ലോ, ചിക്കൻ ബോക്സ് അല്ലെ. മൂന്നാമത്തത് മീസിൽസ് അല്ലെ. എന്താണ്? അഞ്ചാം പനി, കേട്ടിട്ടില്ലേ? മീസിൽസിനുള്ള വാക്സിനേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ നമ്മ കുട്ടികൾക്ക്, അഞ്ചാം പനി അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് എയർബോൺ ട്രാൻസ്മിഷൻ ഇൻഫെക്ഷൻസ്. നെക്സ്റ്റ് പറയുന്നത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, ഇൻഫ്ലുവൻസ അല്ലെ, പകർച്ചപ്പനി. നെക്സ്റ്റ് പെർട്ടുസിസ്, whooping cough, കേട്ടിട്ടുണ്ടോ? വില്ലൻ ചുമ, കേട്ടിട്ടുണ്ടോ? വില്ലൻ ചുമ. അതാണ് whooping cough അല്ലെങ്കിൽ പെർട്ടുസിസ്. നെക്സ്റ്റ് പറയുന്നത് റുബെല്ല. റുബെല്ല ഇപ്പൊ അടുത്ത കാര്യങ്ങളിലായിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ് അല്ലെ, റുബെല്ല. നമ്മുടെ സ്കിന്നും എന്താണ്? ചുവന്ന ഒരു അടയാളങ്ങളും ചുണങ്ങ് പോലെ വന്ന് നമുക്ക് എന്താണ്? കഠിനമായിട്ടുള്ള പനിയും വന്നിട്ടുള്ള ഒരു ഇൻഫെക്ഷൻസ് ആണ് അല്ലെ റുബെല്ല എന്ന് പറയുന്നത്. ആണോ? കേട്ടിട്ടില്ലേ? അപ്പൊ റുബെല്ല ഇതൊക്കെ എങ്ങനെയാണ്? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ ആണോ? ചുവന്ന നമ്മുടെ സ്കിന്നില് ചുവന്ന ചുണങ്ങ് അല്ലെങ്കിൽ ചുവന്ന രീതിയിൽ അല്ലെ ഒരു റൗണ്ടിലൊക്കെ പൊന്തി വരാം. അതുകൂടാണ്ട് എന്താണ്? നമുക്ക് കഠിനമായിട്ടുള്ള പനിയും ലക്ഷണങ്ങളായി വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് റുബെല്ല എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ മക്കളെ, അത് അടയാളപ്പെടുത്താട്ടോ, എന്തായാലും പഠിക്കണേ. ക്വസ്റ്റ്യൻ വരുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഹൗ ഡു യു കൺട്രോൾ ഇൻഫെക്ഷൻ ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ്. എന്താണ്? നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലില് എങ്ങനെയൊക്കെ നമുക്ക് ഇത് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം, നിയന്ത്രിക്കാം. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ, HCAI അടയാളപ്പെടുത്താട്ടോ, is one of the most common complications of health care management. എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയർ മാനേജ്മെന്റിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള അല്ലെ, കോമൺ ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലെ HCA എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് മേജർ ഹെൽത്ത് ത്രെറ്റ്. ആണോ? ഇത് മേജർ ആയിട്ടുള്ള ഒരു ഭീഷണിയാണോ? ആരോഗ്യ ഭീഷണിയാണോ? ആണ് അല്ലെ. As it leads to increased patient morbidity and mortality, length of stay and the cost associated with hospital stay. എന്താണ്? ഈ ഒരു HCA ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോഫോമിയൽ ഇൻഫെക്ഷൻ കൊണ്ട് എന്തിലേക്ക് നയിക്കുന്നുണ്ടെന്ന്? ഇൻക്രീസ്ഡ് പേഷ്യന്റ് മോർബിഡിറ്റി അല്ലെ, പേഷ്യൻസിന്റെ രോഗാവസ്ഥയും അവരുടെ മരണനിരക്കും കൂടാതെ അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ താമസിക്കുന്ന ആ ഒരു കാലയളവും കൂടാതെ ആ ഒരു താമസിക്കുന്ന കാലയളവുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുന്ന അല്ലെ ഹോസ്പിറ്റൽ സ്റ്റേയുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുന്ന ചിലവും കൂട്ടുന്നുണ്ടോ? ഇൻക്രീസ് ചെയ്യാണ് അല്ലെ ഈ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെ. ചിലപ്പോ അവര് ചെറിയ എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കാം വന്നിരിക്കുന്നത്. അവിടെ വരുമ്പോ ഇൻഫെക്ഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു രോഗിയുടെ രോഗാവസ്ഥ കൂടുകയാണോ ചെയ്യുന്നത്? സങ്കീർണമാകുന്നു അല്ലെ. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ അവരൊരു 2 ദിവസം കിടക്കണം അല്ലെങ്കിൽ 3 ദിവസം കിടക്കണം എന്നുള്ളത് എന്താവുന്നുണ്ട്? അത് ചിലപ്പോ ലോങ് ആവും അല്ലെ. അത് ചിലപ്പോ 7 ദിവസമായി കൂടാം അല്ലെ. അപ്പൊ 5 ദിവസം 2 ദിവസം കിടക്കേണ്ടടുത്ത് 7 ദിവസമാകുമ്പോൾ അവർക്ക് വരുന്ന ചെലവ് കൂടുന്നുണ്ടോ? ഹോസ്പിറ്റൽ സ്റ്റേയുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുന്ന ചെലവ് കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു HCA എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ത്രെറ്റ് ആണ് അല്ലെ, മേജർ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഇത് ആ ഒരു രോഗിയുടെ രോഗാവസ്ഥയും പിന്നെന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിലെ മരണനിരക്കും കൂടാതെ രോഗിക്ക് ഹോസ്പിറ്റലിലെ സ്റ്റേയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു കാലയളവും കൂടാതെ ഹോസ്പിറ്റൽ സ്റ്റേയുമായി ബന്ധപ്പെട്ട് രോഗികൾക്ക് വരുന്ന ആ ഒരു കോസ്റ്റും കൂടാനായി കാരണമാകുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുക്കാനോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യല്ലേ? നെക്സ്റ്റ്, strong infection mitigation and control is central to providing high quality health care for patients and safe working environment
for those that work in healthcare settings. എന്താണ് നമ്മുടെ രോഗികൾക്ക്, ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനും കൂടാതെ ആ ഒരു ആരോഗ്യ മേഖലയിലെ ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്നവർക്ക് സുരക്ഷിതമായിട്ടുള്ള തൊഴിൽ അന്തരീക്ഷം നൽകുന്നതിന് ശക്തമായ അണുബാധ ലഘൂകരണവും നിയന്ത്രണവും പ്രധാനമാണ് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇൻഫെക്ഷൻസ് വരാൻ പാടുണ്ടോ? അവർക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് രോഗികളിലേക്ക് സ്പ്രെഡ് ചെയ്യാം അല്ലേ. അപ്പൊ എന്താണ് അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ള അല്ലെ ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനും ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള തൊഴിൽ അന്തരീക്ഷം നൽകുന്നതിനും ശക്തമായ സ്ട്രോങ് ആയിട്ടുള്ള എന്ത് വേണം, ഇൻഫെക്ഷൻ മിറ്റിഗേഷൻ അല്ലെ, അണുബാധ ലഘൂകരണവും അതിന്റെ കൺട്രോളും ആവശ്യമാണ്, പ്രധാനമാണ് അല്ലെ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, it is important to minimize the risk of spread of infection to patient and staff in hospital by implementing a good infection control program. എന്താണ്, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നല്ല ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം നടപ്പിലാക്കുകയാണെങ്കിൽ അവിടെ എന്താ വരുന്നത്, എന്താ സംഭവിക്കുന്നത്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ആ ഒരു അപകടം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? റെഡ്യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ എന്താണ്, it is important to minimize the risk of spread of infection to patient and staff in hospitals. അല്ലെ, എന്താണ് ആ ഒരു ഹോസ്പിറ്റലില് നമുക്ക് ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ഇടയിലും സ്റ്റാഫുകളുടെ ഇടയിലും അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്ന് സ്റ്റാഫുകൾക്കും സ്റ്റാഫുകളിൽ നിന്ന് പേഷ്യൻസിനും ആ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു റിസ്ക് നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, this document outlined the broad principles and practices of infection control that are essential for the prevention and management of infection. ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഡോക്യുമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അണുബാധ തടയുന്നതിന് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനും അത്യാവശ്യമായിട്ടുള്ള അണുബാധ നിയന്ത്രണത്തിന്റെ വിശാലമായ രീതികളും തത്വങ്ങളുമാണ് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഡോക്യുമെന്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെയാണോ? പ്രതിപാദിക്കുന്നത് നമുക്ക് ഏതൊക്കെ രീതിയില് നമ്മുടെ ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അതിനുള്ള തത്വങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഏതൊക്കെ രീതികള്, പ്രൊസീജിയേഴ്സ്, പ്രിൻസിപ്പൾസ് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തത്വങ്ങളും രീതികളുമാണ് നമ്മുടെ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഡോക്യുമെന്റിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഒന്നും പറയുന്നില്ല. നമ്മുടെ ഇൻഫെക്ഷൻ നമ്മളൊന്നും ആലോചിക്കേ, ഇൻഫെക്ഷൻ കൺട്രോൾ ഡോക്യുമെന്റിൽ എന്തായിരിക്കും പ്രത്യേകമായിട്ട് പറയുന്നത്? ഒരു ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ, ആ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ തടയുന്നതിനും അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട തത്വങ്ങളും രീതികളുമാണ് നമ്മുടെ ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഡോക്യുമെന്റിൽ പറയുന്നത്, പ്രതിപാദിക്കുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ്, the following hospital infection control policies needed to be framed and practiced and supervised by the hospital infection control team HCT. ചോദിക്കാട്ടോ. hospital infection control team and hospital infection control committee HICC. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമും ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയും ആണ് ഇതിനുള്ള മേൽനോട്ടം വഹിക്കുന്നത്. മേൽനോട്ടം വഹിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും അല്ലെ ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസികളും അതിനാവശ്യമായിട്ടുള്ള ഫ്രെയിമുകളും പ്രാക്ടീസുകൾക്കൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടത്, സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആരാണ്?
നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമും ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമാണ്. ഓക്കെ ആണോ? നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസികൾ പറയുന്നുണ്ട്, ഒരു 6 എണ്ണം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസികളും അതിനാവശ്യമായിട്ടുള്ള രൂപരേഖകളും അത് പ്രാക്ടീസ് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കേണ്ടതും അതിനുള്ള ആ ഒരു പോളിസികൾ നടപ്പിലാക്കുന്നതിനുള്ള സൂപ്പർവിഷൻ നടത്തേണ്ടതും നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമും ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമാണ്. നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓർമ്മയുണ്ടോ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസില് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിച്ചിട്ടുണ്ട്, ആരൊക്കെ ഉൾപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. മറന്നുപോയോ? അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമുമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസികൾ നടപ്പിലാക്കേണ്ടതും അത് നടപ്പിലാക്കുന്നതിന് വേണ്ട രൂപരേഖ തയ്യാറാക്കേണ്ടതും അതവിടെ പ്രാവർത്തികമാക്കേണ്ടതും അതിനു വേണ്ട മേൽനോട്ടം വഹിക്കേണ്ടതും. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ. ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസികൾ ഏതൊക്കെയാണെന്ന് പറയട്ടെ മിസ്. 6 എണ്ണമാണ് കേട്ടോ. ഫസ്റ്റ് ഗൈഡ് ലൈൻ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻസ് അല്ലെ? നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് തടയുന്നതിനും അത് നിയന്ത്രിക്കുന്നതിനും വേണ്ട ഗൈഡ് ലൈൻ രൂപരേഖ വേണം അല്ലെ? മാർഗനിർദ്ദേശങ്ങൾ വേണം അല്ലെ? ഇപ്പൊ നമുക്ക് കൊറോണ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗൈഡ് ലൈൻ തന്നു അല്ലെ ആരോഗ്യ പ്രവർത്തകര്. നമുക്ക് യൂട്യൂബിലായിട്ട് ഒരുപാട് വീഡിയോസ് അല്ലെ, ഫേസ്ബുക്കിൽ ഒരുപാട് വീഡിയോസ്, നമ്മുടെ ടിവിയിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ് പോലെ അല്ലെ, അവയർനെസ് അല്ലെ ഒരുപാട് തന്നു അല്ലെ. ആ മാസ്ക്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം അല്ലെ. അപ്പൊ ഗൈഡ് ലൈൻ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ പോളിസി. രണ്ടാമത് പറയുന്നത് ഡിസ്ഇൻഫെക്ഷൻ പോളിസി അല്ലെ? എന്താണ്? നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, ഹാൻഡ് വാഷിംഗ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ഇൻഫെക്ഷൻ പോളിസി. മൂന്നാമത്തത് ഐസൊലേഷൻ പോളിസി അല്ലെ? എന്താണ്? നമ്മ അവരെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക, ക്വാറന്റൈനിൽ താമസിപ്പിക്കുക അല്ലെ. എന്താണ്? ഐസൊലേറ്റ് ചെയ്യുമ്പോൾ തന്നെ സിംഗിൾ പേഷ്യന്റ് റൂം കൊടുക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ ഐസൊലേറ്റഡ് റൂമിൽ താമസിപ്പിക്കുക അല്ലെ. അപ്പൊ ആ ഒരു ട്രാൻസ്മിഷൻ പകരുന്ന സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു രീതിയെ അടിസ്ഥാനമാക്കി അവരെ ഐസൊലേറ്റ് ചെയ്യുന്ന ആ ഒരു ഐസൊലേഷൻ പോളിസി. ഓക്കെ ആണോ? ക്വാറന്റൈനിൽ താമസിപ്പിക്കുക അല്ലെ. ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണോ മിസ്? പെട്ടെന്ന് പറഞ്ഞുവാണേ. ഓക്കെ. നെക്സ്റ്റ് പോളിസി ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഔട്ട്ബ്രേക്കിംഗ് ഓഫ് ഇൻഫെക്ഷൻ. മിസ് കഴിഞ്ഞ ദിവസം ഔട്ട്ബ്രേക്കിംഗ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടേ, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് അല്ലെ? എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു അസാധാരണമായിട്ടുള്ള അല്ലെ പ്രത്യേകമായിട്ട് ഒരു ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവരതിനെ കുറിച്ച് അന്വേഷിക്കും അല്ലെ. അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തത് അല്ലെ, ഏതൊക്കെ രീതിയിൽ സ്പ്രെഡ് ചെയ്യാം, അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് അവർ കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തോ. അതിനു വേണ്ട പ്രതിരോധ നിയന്ത്രണങ്ങൾ അവർ സ്വീകരിക്കും അല്ലെ. പ്രതിരോധ നിയന്ത്രണ കാര്യങ്ങൾ നടപ്പിലാക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിസി ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എൻ ഔട്ട്ബ്രേക്ക് ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ ആണോ? ആ ഒരു ഇൻഫെക്ഷൻസ് ബ്രേക്ക് ചെയ്യുക അല്ലെ, നീക്കാം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സർവീലൻസ് പോളിസി അല്ലെ. സർവീലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നിരീക്ഷണം അല്ലെ. ഒരു ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻസിനെതിരെയുള്ള പ്രതിരോധ നിയന്ത്രണ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനത്തില് അണുബാധകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോണിറ്ററിങ്ങും അതിന്റെ ഐഡന്റിഫിക്കേഷനും അതിന്റെ അനലൈസിലെ വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു വ്യവസ്ഥാപിത സമീപനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവീലൻസ് പോളിസി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഇൻഫെക്ഷൻസ് അല്ലെ, നമ്മുടെ ഒരു ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യണം? നമുക്ക് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം അല്ലെ. ആണോ? സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം അല്ലെ. ആ ഒരു പ്രതിരോധ
നിയന്ത്രണ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ എന്ത് ചെയ്യും? ആ ഒരു ഇൻഫെക്ഷൻസ് അവർ മോണിറ്റർ ചെയ്യും അല്ലെ? എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ? മോണിറ്റർ ചെയ്യുകയും അത് ഐഡന്റിഫൈ ചെയ്യുക അല്ലെ? ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആണ്, ഏത് തരത്തിലുള്ള വൈറസ് ആണ് ഈ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യിക്കുന്നത് അല്ലെ? ഏതൊക്കെ രീതിയിൽ സ്പ്രെഡ് ചെയ്യാം അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? അവര് ഐഡന്റിഫൈ ചെയ്യുകയും അത് അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥാപിത പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവീലൻസ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ആന്റി മൈക്രോബിയൽ പോളിസി. നിങ്ങൾക്കറിയാം, നമുക്കൊരു ഇൻഫെക്ഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഡോക്ടർ എന്തായിരിക്കും എഴുതി തരുന്നത്? ആന്റിബയോട്ടിക്സുകൾ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അല്ലെ നമ്മുടെ പകർച്ചവ്യാധികളുടെ ചികിത്സയിലും അത് പ്രതിരോധത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആന്റി മൈക്രോബിയൽ ഏജൻസുകളുടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അത്തരത്തിലുള്ള ആന്റി മൈക്രോബിയൽ ഏജൻസുകൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് എന്താണ്? അസുഖങ്ങളും മരണനിരപ്പൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ? രോഗാവസ്ഥയും കുറയ്ക്കാൻ സാധിക്കുന്നു. അതിനെയാണ് ആന്റി മൈക്രോബിയൽ പോളിസി. അത് എങ്ങനെ യൂസ് ചെയ്യണം അല്ലെ? ഏതൊക്കെ പേഷ്യൻസിന് അത് കൊടുക്കണം, അത് എത്ര ഡോസിൽ കൊടുക്കണം അല്ലെ? അങ്ങനെയുള്ള ആ ഒരു പോളിസികളെയാണ് ആന്റി മൈക്രോബിയൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെ 6 തരത്തിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസികളാണ് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിലനിൽക്കുന്നത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ വരാട്ടോ. HICT ചോദിക്കാം, HICC ചോദിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ്, the overall aim of this document is to provide evidence-based information in the prevention and control of infection. അല്ലെ? നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ കൺട്രോൾ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഈ ഒരു ഡോക്യുമെന്റിന്റെ പ്രധാന ലക്ഷ്യം, ഓവറോൾ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ തരാം അല്ലെ? എന്തിനെ കുറിച്ചാണ് നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ വിവരങ്ങൾ തരുന്നത്? ആ ഒരു ഇൻഫെക്ഷൻസ് തടയുന്നതിനും അത് നിയന്ത്രണം ചെയ്യുന്നതിനും അല്ലെ കൺട്രോൾ ചെയ്യുന്നതിനുമുള്ള എവിഡൻസ് ബേസ്ഡ് ഇൻഫർമേഷൻ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഡോക്യുമെന്റ് കൊണ്ടുള്ള മൊത്തത്തിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് it is relevant to all staff including doctors, nurses, other clinical professionals and managers working in hospitals അല്ലെ? അപ്പൊ ഈ ഒരു ഇത് നമ്മുടെ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിവെൻഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുക, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരാൾക്ക് മാത്രം ബാധകമായിട്ടുള്ള പ്രവർത്തനമാണോ? ഡോക്ടർ മാത്രം നോക്കിയാൽ മതിയോ? സാന്നിധ്യം അല്ല അല്ലെ? ഇതെന്താണ്? നമ്മുടെ എല്ലാ സ്റ്റാഫുകൾക്കും ബാധകമാണ് അല്ലെ? പ്രസക്തമാണ് അല്ലെ? എന്താണ്? ഇൻക്ലൂഡിംഗ് ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, മറ്റു ക്ലിനിക്കൽ പ്രൊഫഷണൽസ്, മാനേജേഴ്സ് അല്ലെ? അതുകൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ദിസ് ഡോക്യുമെന്റ് വിൽ ബി അപ്ഡേറ്റഡ് ആസ് ആൻഡ് വെൻ മാൻഡേറ്ററി അല്ലെ? ഈ ഒരു നമുക്കറിയാം, നമ്മൾ ഒരു ഇൻഫെക്ഷൻസ് ഇന്ന് നമുക്കറിയാം ഓരോ വർഷം ചെല്ലും തോറും പുതിയ പുതിയ ഇൻഫെക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ കൊറോണ, നിപ്പ അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഡോക്യുമെന്റ് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? പുതിയ ഇൻഫെക്ഷൻസ്, അതിനുപയോഗിക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അത് നമുക്ക് എങ്ങനെയൊക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെ? എന്തൊക്കെ പ്രിക്കോഷൻസ് സ്വീകരിക്കാമെന്ന് അപ്ഡേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. Prevention of HCAI in patient is the concern of each
person in the facility and is the responsibility for establishing and maintaining infection prevention and control, its monitoring, surveillance, reporting, research and education. എന്താണ്? കൂടാതെ അണുബാധ തടയലും നിയന്ത്രണവും സ്ഥാപിക്കലും സ്ഥാപിക്കുന്നതിനും അത് പരിപാലിക്കുന്നതിനും ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുടെ നിരീക്ഷണം, അതിന്റെ റിപ്പോർട്ടിങ്, ഗവേഷണം, വിദ്യാഭ്യാസം എന്നിവയ്ക്കെല്ലാം എന്തുണ്ട്? നമ്മുടെ ഹോസ്പിറ്റലിന് ഉത്തരവാദിത്വമുണ്ട് അല്ലെ? ഉണ്ടോ? Okay, each person, like the prevention of HCI in patient is a concern of each patient. Like നമ്മുടെ രോഗികളില് HCI, നമ്മുടെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെ, അത് തടയുക എന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഓരോ വ്യക്തികളുടെയും, ഈച്ച് പേഴ്സൺ, ഓരോ വ്യക്തികളുടെയും ആശങ്കയാണ് അല്ലെ. അവർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു കൺസേൺ അല്ലേ? നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് എങ്ങനെ തടയാം അല്ലെ, അവർക്ക് എങ്ങനെ വരാതിരിക്കാം അല്ലെ, ആണോ? അപ്പൊ ഈ ഒരു HCI, ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്താണ്? രോഗികളിലെ തടയുക എന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റിയുടെ ഓരോ വ്യക്തിയുടെയും ആശങ്കയാണ്. കൂടാതെ ആ ഒരു അണുബാധ തടയലും അതിന്റെ നിയന്ത്രണവും അതിനു വേണ്ട നയങ്ങൾ സ്ഥാപിക്കുക, അതിനു വേണ്ട പ്രൊസീജിയേഴ്സ്, പ്രവർത്തനങ്ങൾ സ്ഥാപിക്കലും ആ ഒരു പ്രവർത്തനങ്ങൾ പരിപാലിക്കുന്നതിനും ആ ഒരു പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ അവിടെ നടക്കുന്നുണ്ടോ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷണം നടത്തുകയും അത് റിപ്പോർട്ടിങ്, പുതിയ അണുബാധകൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണം, വിദ്യാഭ്യാസം എന്നിവയ്ക്കും ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഹോസ്പിറ്റലിന് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ ആണോ? ഈ ഒരു സെന്റൻസ് തന്നെ നമ്മ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. മിസ് പറഞ്ഞപ്പോ എന്തെങ്കിലും ഓർമ്മ വന്നോ? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലും ഈ ഒരു സെന്റൻസ് തന്നെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമയില്. Infection Control Committee. The committee is an integral feature of the patient safety program of the healthcare facility. എന്താണ്? നമ്മുടെ ആരോഗ്യ പരിപാലന കേന്ദ്രത്തിലെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ രോഗി സുരക്ഷാ പരിപാടികളുടെ അവിഭാജ്യ ഘടകമാണ് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്നത്. And is liable for founding and managing infection prevention and control, its monitoring, surveillance, reporting, research and education. അല്ലെ, ഇവരുടെ ബാധ്യത എന്താണ്? ഈ ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്, പോളിസികൾ നിർമ്മിക്കുകയും ഫൗണ്ടിങ് ചെയ്യുകയും അത് മാനേജ് ചെയ്യുകയും അത് നിയന്ത്രിക്കുകയും അതിന് വേണ്ട മോണിറ്ററിംഗ്, നിരീക്ഷണം നടത്തുകയും അത് എന്താണ് സർവീലൻസ് നടത്താം അല്ലെ, സർവീലൻസ്, റിപ്പോർട്ടിങ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ബാധ്യതയാണ് അല്ലെ. ഓക്കെയാണോ? ഓർമ്മയുണ്ടോ? അണുബാധ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, പോളിസികളാവാം, പ്രൊസീജിയേഴ്സ് ആവാം, റൂൾസുകളാകാം അല്ലെ, അല്ലെങ്കിൽ മറ്റു പ്രിവെൻഷൻ മെത്തേഡുകളാകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പദ്ധതികള് നിർമ്മിക്കുക, ഫൗണ്ട് ചെയ്യുകയും സ്ഥാപിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും അത് നിയന്ത്രിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുകയും സർവീലൻസ് നടത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും പുതിയ ഇൻഫെക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഗവേഷണം നടത്താതെ ഏതൊക്കെ രീതിയിലാണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്, അതിനെതിരെ നമുക്ക് ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിക്കാം അല്ലെ, അങ്ങനെയുള്ള റിസർച്ചുകളും പിന്നെ എന്ത് ചെയ്യണം, ആളുകൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്, അവബോധം കൊടുക്കണോ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് കൊടുക്കണം, പേഷ്യൻസിന് കൊടുക്കണം, മറ്റു പബ്ലിക്കിന് കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ബാധ്യതയാണ്. ഓക്കെയാണോ? നമുക്ക് കൊറോണ എടുത്തൊക്കെ, കൊറോണ എടുത്തപ്പോ പേഷ്യൻസിന് മാത്രമാണോ എഡ്യൂക്കേഷൻ കൊടുത്തത്? അല്ല, പബ്ലിക്കിന് കൊടുത്തു അല്ലെ, സ്റ്റാഫുകൾക്ക് കൊടുത്തു അല്ലെ, അവരെങ്ങനെ പേഷ്യന്റിനോട് ഇടപെടണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. കൂടാതെ നമ്മൾ വാക്സിനേഷൻ എടുത്തു, അതെന്താണ്? ആ ഒരു ഗവേഷണം, റിസർച്ച് നടത്തിയിട്ടല്ലേ.
ആണോ? ആണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള റിസർച്ച്, റിപ്പോർട്ടിങ്, സർവീലൻസ്, മോണിറ്ററിങ് ഇതൊക്കെ എന്താണ് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ പ്രവർത്തന ബാധ്യതയാണ്. ഓക്കെ ആണോ? ഓൾ പീപ്പിൾസിന് കൊടുക്കണം അല്ലെ? ഓക്കെ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് this committee should include wide representation from all relevant disciplines or department in the facilities അല്ലെ? അപ്പൊ ഈ ഒരു കമ്മിറ്റിയില് നമ്മുടെ ഹോസ്പിറ്റലിലെ റെലവന്റ് ഡിസിപ്ലിൻ പ്രസക്തമായിട്ടുള്ള ഏരിയാസിൽ നിന്ന് അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഉള്ള എല്ലാ റെപ്രസെന്റേറ്റീവ്സിലെ പ്രതിനിധികളും ഈ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു. ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ആളുകൾ ഉണ്ടാവും, നഴ്സുമാരുടെ അല്ലെ, അങ്ങനെ എല്ലാ എന്താണ് റെലവന്റ് ഡിസിപ്ലിൻസിൽ നിന്നും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ആളുകൾ ഇതിലെ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ പ്രതിനിധികളായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് the committee has one elected chairperson who is the hospital administrator or a person who has direct access to the head of the hospital. എന്താണ് ഈ കമ്മിറ്റിയിൽ അവരെന്ത് ഒരാളെ എന്തായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ടോ? ചെയർപേഴ്സൺ ആയിട്ട് അല്ലെ? ആ ഒരു കമ്മിറ്റിയുടെ ഹെഡായിട്ട് ചെയർപേഴ്സൺ ആയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആരായിരിക്കും? ഒന്നില്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ അതല്ലെങ്കിൽ ആശുപത്രി മേധാവിയുമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ ഹെഡുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിയോ ആയിരിക്കും ഈ ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പറഞ്ഞു അല്ലെ? ആ കമ്മിറ്റിയിൽ എന്തുണ്ടായിരിക്കും? അത് നയിക്കുന്നതിന് വേണ്ടി ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ ഒരു പൊസിഷൻ ആരായിരിക്കും? ചെയർപേഴ്സൺ ആയിരിക്കും അല്ലെ? ഈ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ, ഭരണം നടത്തുന്ന ആളല്ലേ അഡ്മിനിസ്ട്രേറ്ററോ, അതല്ലെങ്കിൽ അവിടുത്തെ ഹെഡുമായിട്ട് അല്ലെ മേധാവിയുമായിട്ട് നേരിട്ട് ഡയറക്റ്റ് ആക്സസ് അല്ലെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന, വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്ന, അവരുമായി നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സ്ട്രക്ചർ എടുക്കാം. നിങ്ങൾ പഠിച്ചത് തന്നെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെ? ആരാണ് ഫസ്റ്റത്തെ ഹെഡ് എന്ന് പറയുന്നത്? ചെയർപേഴ്സൺ, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രിഫറബിളി അല്ലെങ്കിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റർ ആവാം അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ആവാം. പ്രിഫറബിളി ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് മെമ്പർ സെക്രട്ടറി അല്ലെ? ആരായിരിക്കും? സീനിയർ മൈക്രോബയോളജിസ്റ്റ്. അവർക്കായിരിക്കും കൂടുതൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാം, മൈക്രോബയോളജിസ്റ്റുകൾക്ക് അല്ലെ? അപ്പൊ സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെമ്പേഴ്സ് അല്ലെ? അതിലുള്ള മറ്റു അംഗങ്ങള് റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ അല്ലെ? എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും മാനേജ്മെന്റിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ, നഴ്സിംഗ് സർവീസ്, മെഡിക്കൽ സർവീസ്, ഓപ്പറേഷൻസ്, ഡീൻ. അത് മിസ് നോക്കിയിട്ട് പറയാം കേട്ടോ. അതെന്തോ അത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ. അപ്പൊ എന്താണ് നമ്മുടെ റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള മെമ്പേഴ്സ് അല്ലെ? ആളുകൾ നമ്മൾ പറഞ്ഞു എല്ലാ നമ്മുടെ ആ ഒരു ഹെൽത്ത് കെയർ സിറ്റിംഗ്സിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ? പ്രതിനിധികളായിട്ട്. അപ്പൊ ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും, നഴ്സിംഗ് സർവീസ്, മെഡിക്കൽ സർവീസസ്, ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ആളുകള് നമ്മുടെ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസിൽ എന്താണ് മറ്റ് ഡോക്ടേഴ്സിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവില്ല ഇതില്? മെഡിക്കൽ ഫാക്കൽറ്റീസ് അല്ലേ? അപ്പൊ മറ്റ് റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സപ്പോർട്ട് സർവീസുകളിൽ നിന്നുള്ള, നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ പ്രതിനിധികളായിട്ട്. നെക്സ്റ്റ് എന്താണ് സപ്പോർട്ടിംഗ് സർവീസുകളിൽ നിന്നുള്ള അല്ലെ? ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, സെൻട്രൽ CSSD അല്ലെ?
centralized sterile supply department, housekeeping, sanitation, engineering, pharmacologist, store officer, materials departmentകളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നേഴ്സസ് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നമ്മൾ പഠിച്ചത് തന്നെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്റ്റർ. ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. The infection control team should comprise at a minimum an infection control officer, a microbiologist. If ICO is not a microbiologist and infection control nurse. നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിൽ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ടായിരിക്കും, ഒരു മൈക്രോബയോളജിസ്റ്റ് ഉണ്ടായിരിക്കും, കൂടാതെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സും ഉണ്ടായിരിക്കും. ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ എന്ന് പറയുന്നത് ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കില്ല കേട്ടോ, ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ആയിരിക്കും. ഓക്കെ ആണോ? ICO is not a microbiologist. ICO എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ കേട്ടോ. ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ICT, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ICT ഇൻഫെക്ഷൻ കൺട്രോൾ ടീം takes daily measures for the prevention and control of hospital ഇൻഫെക്ഷൻ ഇൻ ഹോസ്പിറ്റലിലെ. ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം അണുബാധ തടയുന്നതിനും അത് കൺട്രോൾ ചെയ്യാതെ നിയന്ത്രിക്കുന്നതിനുമുള്ള ദൈനംദിന നടപടികൾ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം സ്വീകരിക്കുന്നു. ഓക്കെയാണോ? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങള് സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഹോസ്പിറ്റൽ ക്ലീനിങ്, അപ്പൊ അങ്ങനെയുള്ള ദൈനംദിന നടപടികൾ സ്വീകരിക്കുന്നു. ഓക്കെയാണോ? ഡെയിലി മെഷേഴ്സ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് ദി ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഡെവലപ്പ് എ മാനുവൽ ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഫോർ അസെപ്റ്റിക് ഐസൊലേഷൻ ആൻഡ് ആന്റിസെപ്റ്റിക് മെത്തേഡ്. അല്ലെ, എന്താണ് നമ്മുടെ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? എന്താണ്? അസെപ്റ്റിക് അല്ലെ, എന്താണ്? ഇൻഫെക്ഷൻ റിമൂവ് ചെയ്യുക അല്ലെ, എന്താണ് നമ്മുടെ ആ ഒരു ഫ്രീ ഫ്രം കണ്ടാമിനേഷൻ അല്ലെ, വൈറസുകളിൽ നിന്ന്, ബാക്ടീരിയാസിൽ നിന്ന്, മറ്റ് മൈക്രോ ഓർഗാനിസംസിൽ നിന്ന് എന്താണ് ഇൻഫെക്ഷൻസ് റിമൂവ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള അസെപ്റ്റിക് ടെക്നിക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള പോളിസികളും നയങ്ങളും നടപടിക്രമങ്ങളും ഡെവലപ്പ് ചെയ്യുക, ഐസൊലേഷൻ പ്രവർത്തനങ്ങൾ നടത്താം, ആന്റിസെപ്റ്റിക് മെത്തേഡുകൾ അല്ലെ, എന്താണ് ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡുകളൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നമ്മുടെ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? അസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞതോ അല്ലെ, എന്താണ്? ഫ്രീ ഫ്രം കണ്ടാമിനേഷൻ അല്ലെ, അത് പല ചിലപ്പോ എന്താണ് ബാക്ടീരിയയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ആവാം, വൈറസുകളിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് ആവാം, ഫംജിയിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് ആവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അത് ഏത് മൈക്രോ ഓർഗാനിസംസിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ആയാലും അത് റിമൂവ് ചെയ്യുക അല്ലെ, അത് മാറ്റുക, അതിന് വേണ്ട നയങ്ങളും നടപടിക്രമങ്ങളും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഐസൊലേഷൻ മെത്തേഡുകള്, കൂടാതെ നമ്മുടെ ആന്റിസെപ്റ്റിക് മെത്തേഡുകൾ, ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലില് പ്രാവർത്തികമാക്കുക എന്നുള്ളതും നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് പറയുന്നത് സ്റ്റെപ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ. നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്? എവറി ഇയർ ലൈഫ്സ് ആർ ലോസ്റ്റ് ബിക്കോസ് ഓഫ് ദി സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ഹോസ്പിറ്റൽസ്. അല്ലെ, എന്താണ് നമ്മുടെ ആശുപത്രികളില് ഈ അണുബാധ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിന് എല്ലാ വർഷവും ജീവൻ നഷ്ടപ്പെടുന്നു അല്ലെ.
അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആ ഒരു രോഗിയുടെ അസുഖം എന്താണ് ക്രിട്ടിക്കൽ ആവുക, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് എന്താണ് എല്ലാ വർഷവും ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ക്യാൻ ടേക്ക് സ്റ്റെപ്സ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പകർച്ചവ്യാധികള് പടരുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകര് എന്ത് ചെയ്യാ, പ്രവർത്തകര് നടപടികൾ സ്വീകരിക്കുക അല്ലെ. എന്താണ് അവര് സ്റ്റെറിലൈസ് ചെയ്യുക, എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിക്കോഷൻസ് സ്വീകരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ കഴിയും. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ദീസ് സ്റ്റെപ്സ് ആർ പാർട്ട് ഓഫ് ഇൻഫെക്ഷൻസ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ അവര് സ്വീകരിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോളിന്റെ സ്റ്റെപ്സ് ആണ് അല്ലെ. സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിക്കോഷൻ സ്വീകരിക്കുക, PPE കിറ്റുകൾ ധരിക്കുക, ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക, സ്റ്റെറിലൈസേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുക അല്ലെ. അപ്പൊ അതൊക്കെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഒരു ഭാഗമല്ലേ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ? ആണോ? ആണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകള് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ഇസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് വേ ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസ് അല്ലെ സ്പ്രെഡ് പടരുന്നതിനുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള അത് പ്രിവെന്റ് ചെയ്യാൻ, അത് തടയുന്നതിനുള്ള ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഒരു വഴിയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് വാഷിംഗ് അല്ലെ. ഒരു രോഗിയെ തൊടുന്നതിന് മുമ്പ്, തൊട്ടതിന് ശേഷം അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രതലത്തില് ഒരു സർഫസിൽ തൊട്ടതിന് ശേഷം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റിൽ തൊട്ടതിന് ശേഷം എന്താണ് കൈകളൊക്കെ കഴുകുക എന്നുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വഴിയല്ലേ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസ് പടരുന്നത് തടയുന്നതിനുള്ള, പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു വഴിയാണ് നമ്മുടെ പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് എന്നത്. ഇഫ് യു ആർ എ പേഷ്യന്റ്, ഡോണ്ട് ബി അഫ്രൈഡ് ടു അലേർട്ട് ഫ്രണ്ട്സ്, family and health care providers to wash their hands before getting close to you അല്ലെ. എന്താണ് നമ്മൊരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പേടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ഉത്കണ്ഠപ്പെടാൻ പാടില്ല. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ അവര് ക്ലോസ് ആയിട്ട് നമ്മളെ ടച്ച് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മളവരുടെ ക്ലോസ് ആയിട്ട് പെരുമാറിയതിന് ശേഷം എന്താണ് നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോ, നമുക്ക് ആരോഗ്യ പരിരക്ഷ നൽകുന്ന ആളുകളോട് അവരുടെ കൈകള് ശരിയായ രീതിയിൽ കഴുകുക അല്ലെ, വാഷ് ചെയ്യാൻ പറയുന്നതില് നമ്മൾ പേടിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അഫ്രൈഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെയാണോ? അപ്പൊ എന്താണ് ഈ ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്നൊരു പാർട്ടാവുക അല്ലെ, നമ്മൾ അതില് കൂടാ അല്ലെ. ആണോ? അപ്പൊ അതുകൊണ്ട് എന്താണ് ഒരു പരിധി വരെ തടയാം അല്ലെ. നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നമ്മളുമായി കോണ്ടാക്ട് ചെയ്തതിന് ശേഷം അല്ലെ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട മരുന്നുകൾ എടുത്തരാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഭക്ഷണം തരാം അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് നമ്മളുമായി ക്ലോസ് ചെയ്തതിന് ശേഷം അവരെടുത്ത് കൈ കഴുകാൻ പറയാൻ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെയാണോ? മടിക്കേണ്ട അല്ലെ, മടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. അതർ സ്റ്റെപ്സ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ക്യാൻ ടേക്ക് ഇൻക്ലൂഡ് അല്ലെ. എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എടുക്കുന്ന മറ്റ് സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ്? അവരെന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? യൂസിങ് ഗ്ലൗസ്, മാസ്ക് ആൻഡ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അല്ലെ. അവരെന്താണ് ഗ്ലൗസുകൾ ധരിക്കുന്നുണ്ട്, മാസ്കുകൾ ധരിക്കുന്നുണ്ട്, ആപ്രോൺസ് ധരിക്കുന്നുണ്ട്, ചിലപ്പോൾ ഗൗൺസുകളൊക്കെ ധരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്ങുകൾ ധരിക്കുന്നു. കവറിംഗ് കഫ് ആൻഡ് സ്നീസ് അല്ലെ. എന്താണ് അവരവരെ കഫും സ്നീസും അല്ലെ മുക്കുമായൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൊത്തുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് മേക്കിംഗ് ടിഷ്യൂ ആൻഡ് ഹാൻഡ് ക്ലീനേഴ്സ് അവൈലബിൾ അല്ലെ. എന്താണ് സാനിറ്റൈസർ അല്ലെങ്കിൽ ടിഷ്യൂ അതൊക്കെ അവർ ഉപയോഗിക്കുക. സ്റ്റേയിങ് അപ് ടു ഡേറ്റ് വിത്ത് വാക്സിനേഷൻ അല്ലെ. എന്താണ് നമുക്കറിയാം പല ഇൻഫെക്ഷൻസിനും എന്താണ് വാക്സിനേഷനുകൾ എടുക്കുന്നുണ്ട് അല്ലെ. മീസിൽസ് അല്ലെ, അഞ്ചാമ്പനി, ചിക്കൻ ബോക്സിനൊക്കെ വാക്സിനേഷൻ ഉണ്ട് അല്ലെ. നമുക്ക് കൊറോണക്ക് വാക്സിനേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വാക്സിനേഷനുകൾ അപ്ഡേറ്റ് ചെയ്യുക അല്ലെ. സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് അറിയുക. ഫോളോയിങ് ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻ
ഡീലിംഗ് വിത്ത് ബ്ലഡ് ഓർ കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. എന്താണ് നമ്മുടെ ബ്ലഡോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സുകൾ, അങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക. ഓക്കെ ആണോ? ഹോസ്പിറ്റലിലെ മാർഗനിർദ്ദേശങ്ങള് ഫോളോ ചെയ്യുക. ഓക്കെ ആണോ എല്ലാവർക്കും? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ ഇൻഫെക്ഷൻ കൺട്രോള്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ചാപ്റ്റർ തീർന്നു. പിന്നെ നെക്സ്റ്റ് മിസ് പറയാൻ പോകുന്നത്, ഇപ്പൊ നമുക്ക് എന്താണ് 7th മൊഡ്യൂളിൽ സെക്കൻഡ് ചാപ്റ്റർ ആദ്രാമിസ് എടുക്കുന്നുണ്ട് അല്ലെ. അതിലെ മോട്ടിവേഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മുടെ 2 ആദ്രാമിസ് ആണ് അല്ലെ. ഒരു ആദ്രാമിസ് സ്റ്റാർട്ട് ചെയ്തല്ലോ, മോട്ടിവേഷൻ എന്നുള്ള ഒരു സെക്ഷൻ. അത് മിസ്സും ആദ്രാമിസും കൂടിയാണ് കേട്ടോ എടുക്കുന്നത് ആ ഒരു മോട്ടിവേഷൻ എന്നുള്ള ഭാഗം. നമ്മൾ 3 ടീച്ചേഴ്സോ അല്ലെങ്കിൽ 4 ടീച്ചേഴ്സോ ഒക്കെ ആയിട്ടായിരിക്കും ആ ഒരു ചാപ്റ്റർ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മിസ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മോട്ടിവേഷൻ എന്നുള്ള ഒരു ഭാഗമായിട്ടോ എടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി, നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അല്ലെ. എന്താ പരിപാടി ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയിട്ട്? ഇമ്പോർട്ടന്റ് പോർഷൻ പറഞ്ഞു തരാം കേട്ടോ മിസ്. അപ്പൊ നാളെ നമുക്ക് ക്ലാസ് ഇല്ല കേട്ടോ, ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പൊ ക്ലാസ് ഇല്ല. ഓക്കെ മിസ് അതും കൂടി പറയണ്ട് കേട്ടോ മിസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് സെക്ഷൻസ് പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ ചാപ്റ്റർ തീരട്ടെ രശ്മിയെ, എന്നിട്ട് നമുക്ക് എക്സാം അറിയാലോ. ചാപ്റ്റർ ഇനിയുണ്ട് ഒരു ചാപ്റ്റർ അല്ലെ, വലിയ ചാപ്റ്റർ ആണത്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ള ഒരു വലിയ ചാപ്റ്റർ ആണ് കേട്ടോ, കുറച്ച് ഉണ്ട് ആ ഒരു ചാപ്റ്റർ. പിന്നെ ഇന്നടുത്ത സെക്ഷൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ്സിന് മറ്റേ മോട്ടിവേഷൻ എന്നുള്ള സെക്ഷനായിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.